സതീശനുമായി ബന്ധപ്പെട്ട് ഞാൻ ഇപ്പൊ പറയുന്നു, ഞാൻ CPM അനുഭാവിയായ ഒരു മനുഷ്യനാണ്, CPM മെമ്പർഷിപ്പ് ഉള്ള ആളല്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, പിണറായി വിജയനെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഭാഷയിൽ ഞങ്ങളുടെ പിണറായി വിജയനെ പറയുന്നതെങ്കിൽ പിണറായിക്കെതിരെ വെള്ളാപ്പള്ളിക്കെതിരെ നമ്മൾ സംസാരിച്ചിരിക്കും. കേരളത്തിലെ ഏത് സമുദായ സംഘടനയുടെ ആളാണെങ്കിലും നമ്മൾ സംസാരിച്ചിരിക്കും. കാര്യം പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തെ തൊട്ടിട്ടൊന്നും ഒരു സമുദായ നേതാവിനെ നമ്മൾ വിടത്തില്ല. കോൺഗ്രസ് ധൈര്യമുണ്ടോ ഈ പറയുന്ന വെള്ളാപ്പള്ളിക്കെതിരെ ഒന്ന് പ്രതികരിക്കാൻ? ധൈര്യമുണ്ടോ? വെള്ളാപ്പള്ളിക്കെതിരെ എന്തേലും ഈ പറയുന്ന കോൺഗ്രസ്സുകാരും മിണ്ടിയോ? VD സതീശൻ തന്നെ പറഞ്ഞെന്താ, എന്നെ ആർക്കാർക്ക് വിമർശിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, വിമർശനമൊന്നും അല്ല നടന്നത്, ഒരു സംശയം വേണ്ട. വിമർശനം ആശ്മിക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ എന്നാ വെള്ളാപ്പള്ളി ഇവിടുത്തെ കാര്യം തീരുമാനിക്കണ്ട, ഞങ്ങള് എന്തോ വിമർശനമല്ല, അധിക്ഷേപമാണ് നടത്തിയത്. ആ അധിക്ഷേപമാണെന്നിരിക്കട്ടെ, ആ അധിക്ഷേപത്തിനൊടുക്കൽ മിണ്ടാതിരുന്ന് പഞ്ചപുച്ഛം അടക്കി നട്ടല്ലില്ലാത്ത രീതിയിൽ പെരുമാറുന്നതല്ല പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും. അതുകൊണ്ട് അങ്ങനെ മിണ്ടാതിരിക്കുന്നിടത്താണ് നിങ്ങൾക്ക് എല്ലാ സമുദായവുമായിട്ടുള്ള ബന്ധമെങ്കിൽ ആ ബന്ധം എനിക്ക് തോന്നുന്നില്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കാണുമെന്ന്. പറയാനുള്ളത് പറഞ്ഞേ പോകൂ. നമ്മുടെ നേതാക്കന്മാരെ അധിക്ഷേപിച്ചാൽ അത് ഏത് സമുദായ സംഘടനയുടെ ആളായാലും നമ്മൾ പറയും. അത് പറഞ്ഞിട്ടുണ്ട്. നാളെ പറഞ്ഞാൽ നാളെ കഴിഞ്ഞോ അല്ലെങ്കിൽ നാളെ തന്നെ നമ്മൾ മറുപടി പറയുന്നത് അത് നമ്മുടെ ഭാഗമാണ്. കോൺഗ്രസ് വിളിച്ചതല്ല, അത് രമേശ് ചെന്നിത്തല നായരെ വിളിച്ചാൽ എന്തിനാണ് രമേശ് ചെന്നിത്തല നായരെ തന്നെ വിളിക്കുന്നത്? CPM കൊള്ളാവുന്ന ആരും ഒരു നായന്മാരും ഇല്ലേ ഒന്ന് ജി സുകുമാരൻ നായർക്ക് വിളിക്കാൻ? അല്ലെങ്കിൽ BJP കൊള്ളാവുന്ന ഒരു നായന്മാരും ഇല്ലേ ജി സുകുമാരൻ നായർക്ക് വിളിച്ച് ഈ ഉദ്ഘാടനം ചെയ്യാൻ? ഞാൻ പറഞ്ഞുതരാം. CPM-നകത്ത് വരുമ്പം കേഡറ സഖാവ, അതിനകത്ത് നായര് വീഴവനൊന്നുമില്ല. CPM എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പ്രസ്ഥാനം, അത് ഞങ്ങളുടെ മെറിറ്റാ ആഷ്മി. ലാൽകുമാർ എന്ന് പറയുന്ന ഒരാൾ സഖാവാണ്, പിണറായി സഖാവാണ്. പിണറായി ഈഴവനാന്ന് പറഞ്ഞിരിക്കുന്നത് കെ സുധാകരൻ മാത്രമേ ഉള്ളൂ. ഈ നാട്ടിലുള്ള ഇപ്പൊ പറഞ്ഞാലേ ഈ മന്ത്രിസഭയിൽ കൂടുതൽ വിഭാഗം NSS ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ഒരുപാട് പേര് ഇതാക്കി. അത് കൊടുത്തത് സഖാവായതുകൊണ്ടാ, അല്ല നായരായതുകൊണ്ടല്ല. നിങ്ങൾ അങ്ങനെ കരുതണ്ട. അപ്പൊ ഒരു നായരെ വിളിക്കാൻ പെട്ടെന്ന് എളുപ്പമല്ല CPM-നകത്തുനിന്ന്. ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. ഒരു സമുദായ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാള് എന്ന് പറഞ്ഞ് വിളിക്കാൻ പാടാണ്. അത് ഞങ്ങളുടെ മെറിറ്റാണ്. ഞങ്ങളുടെ മെറിറ്റായിട്ടാണോ നിങ്ങൾ എടുക്കുന്നത് അതോ നെഗറ്റീവായിട്ടാണോ എടുക്കുന്നത്? ഞങ്ങൾ അങ്ങനെ നായരായിട്ട് ഒരാൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. മുഖ്യമന്ത്രി ഒരു പോയിന്റ് അവസാനിപ്പിക്കാണ്ട് NSS-ന്റെ പരിപാടിക്ക് നാളെ മുഖ്യമന്ത്രി വിളിക്കുന്നു. മുഖ്യമന്ത്രി പങ്കെടുക്കുമായിരിക്കാം. മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് മുഖ്യമന്ത്രിയായിട്ടാണ്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് ചിലപ്പം ഇപ്പൊ ഗോവിന്ദമാഷ് പങ്കെടുക്കുന്നതാണെങ്കിൽ സഖാവായിട്ടാണ് പങ്കെടുക്കുന്നത്, അല്ല നായരായിട്ടല്ല പങ്കെടുക്കുന്നത്. അതങ്ങ് ഓർത്താൽ മതി. നായരാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റുന്നത് നമ്മളെ കൊണ്ട് വരുന്നില്ല. ലാൽകുമാർ, ഇവിടെ രമേശ് ചെന്നിത്തലയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാൻ NSS നീക്കം നടത്തുന്നു എന്നൊരു ആരോപണം CPM ഉണ്ടാവുമോ? NSS രമേശ് ചെന്നിത്തലയെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ നിർത്തുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കുമെന്ന് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അത് കാശ്മീർ പറയേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാക്കാൻ ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടാവും. നോക്കൂ, ഈ വിഷയത്തിനകത്ത് രസകരമായ ഒരു കാര്യം വന്നു. ഇവരൊക്കെ കാട് കയറി അതും ഇതൊക്കെ പറഞ്ഞു. ഈ പറയുന്ന എപ്പിസോഡ് കൊണ്ട് കോൺഗ്രസിന് പ്രയോജനം ഇവരെല്ലാം പറഞ്ഞു. ശ്രദ്ധിച്ചോ, രമേശ് ചെന്നിത്തല പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചില്ല. കാര്യം ഇപ്പം കോൺഗ്രസ് രമേശ് ചെന്നിത്തലയോട് കൊടുത്തില്ല. ഇതാണ് സത്യം. കാര്യം ഇപ്പൊ VD സതീശന്റെ കൊടുത്തില്ല. VD സതീശനും വേണുഗോപാലും കൂടെ ഒരുമിച്ചാ, KC വേണുഗോപാലും കൂടെ. ഈ പറയുന്ന കോൺഗ്രസ് സഹയാത്രികനായ ശ്രീകുമാറിയേട്ടൻ വരെ പറയുന്ന അങ്ങനെ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രയോജനം ചെയ്യുമെന്ന് ചോദിച്ചാൽ ഏത് തരത്തിൽ അദ്ദേഹത്തിന് പ്രയോജനം ചെയ്യാൻ സാധ്യത? ഈ കാര്യം രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞ എപ്പിസോഡ് കൊണ്ട് ആർക്കാ പ്രയോജനം? യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാകാൻ സാധ്യതയുള്ളത് രമേശ് ചെന്നിത്തലയ്ക്ക്. രമേശ് ചെന്നിത്തലയ്ക്ക് ഏത് തരത്തിലായിരിക്കും പ്രയോജനം ചെയ്യുക? കോൺഗ്രസിന്റെ സ്ഥാനം വിട്. കോൺഗ്രസിന്റെ സ്ഥാനം ഒരല്പം വിട്ടിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് വ്യക്തിപരമായി അത് എങ്ങനെ ഗുണം ചെയ്യും? കോൺഗ്രസ്സുകാരൊക്കെ പിടിക്കത്തില്ല. കാര്യം കോൺഗ്രസ്സുകാർ പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമെന്നറിയോ? MLA സ്ഥാനം തന്നെ വീണ്ടും കോൺഗ്രസ്സുകാർ NSS ചേർന്ന് ജയിപ്പിക്കുന്നു പറയോ? നമുക്കിപ്പോ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ MM മണിയെ വിട്ടുകൊണ്ട് ഏതെങ്കിലും സമുദായത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ സാധിക്കുമോ? ഇതൊക്കെ ഇവർക്കൊക്കെ പറയാൻ പറ്റുന്നത് എന്താണെന്നും ഇവരെങ്ങനെയാണ് സമൂഹത്തിൽ അറിയപ്പെടുന്നതെന്നും ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. മണിയാശാൻ അടക്കമുള്ള CPM നേതാക്കന്മാർക്കെതിരെ യഥാർത്ഥത്തിൽ രാജു P. നായർ നടത്തിയത് അധിക്ഷേപമാണ്. അവർക്ക് നിലവാരമില്ലാത്ത ആൾക്കാരാണ് എന്ന് പറഞ്ഞു വെക്കാനാണ് സ്ഥാപിച്ചത്. അദ്ദേഹം പറയട്ടെ, ഞാൻ അതിനകത്ത് കൂടുതലൊന്നും പറയുന്നില്ല. കാര്യം മണിയാശാന് ഗുരുദേവ ദർശനത്തെക്കുറിച്ച് 1 മണിക്കൂറോ 2 മണിക്കൂറോ സംസാരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് രാജു P. നായരാണോ തീരുമാനിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം മണിയാശാൻ അറിയാമോ, പ്രസംഗിക്കാൻ അറിയാമോ എന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു കമന്റ് ചെയ്യുന്നുമില്ല. പക്ഷെ താങ്കളെ പോലെ ഒരു മുഖ്യധാരാ മാധ്യമത്തിന്റെ ഒരു സ്റ്റാർ അവതാരകൻ, ആ വിഷയത്തിൽ ജനപ്രതിനിധിയായി പലതവണ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യൻ, കേരളത്തിന്റെ മന്ത്രിയായിട്ടുള്ള ഒരു മനുഷ്യനെ ഇകഴ്ത്തി കാണിച്ചപ്പോൾ താങ്കൾ 24-ന്റെ അവതാരകൻ എന്നുള്ള രീതിയിൽ ഇടപെടണമായിരുന്നു. താങ്കൾ അത് ഇടപെട്ടിട്ടില്ല. അതിന്റെ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതവിടെ ഞാൻ വിടുന്നു. ഞാൻ കോൺഗ്രസിന് നിലവാരമില്ലാത്ത ഗുരുദേവ ദർശനത്തെക്കുറിച്ച് സംസാരിക്കാൻ 1 മണിക്കൂറല്ല 10 മിനിറ്റ് പോലും സംസാരിക്കാൻ പറ്റാത്ത കോൺഗ്രസ്സുകാരുടെ ലിസ്റ്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് കാര്യം ഞാൻ അവൻ വിട്ടു. ഇവിടെ നോക്കൂ, ഇവിടെ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. ശ്രീമാരിയേട്ടൻ പറഞ്ഞെടുത്തും തുടങ്ങാം. കോൺഗ്രസിന്റെ ആൾക്കാരെ വിളിച്ചു, BJP-യുടെയും CPM-ന്റെ ആളെ വിളിച്ചിട്ടില്ല. BJP-യുടെ വിളിച്ചിട്ടില്ലാത്തതിന് ഞാനിപ്പോൾ ഇടപെടേണ്ട കാര്യമില്ല. അത് ഗോകുൽ പറയുമായിരിക്കും. പോട്ടെ, ഇതിനകത്ത് രമേശ് ചെന്നിത്തലയെ വിളിക്കുകയും സതീശനെ വിളിക്കാത്തതിന് എന്നാ കാര്യം?
അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. ഈ കോൺഗ്രസിനകത്തോട്ട് കയറുമ്പം കോൺഗ്രസിനകത്ത് സതീശനെ വിളിച്ചില്ലല്ലോ. അതെന്നാ? അതിനവർക്ക് മറുപടിയില്ല. ഉണ്ടോ? സതീശനെതിരെ അവർക്ക് പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തെ കുറിച്ച് സംസാരിക്കാൻ അവർക്ക് താല്പര്യമില്ല. നോക്കൂ, സമുദായ നേതാക്കന്മാർ വിളിച്ചാൽ, സമുദായത്തിന്റെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ മുഖ്യമന്ത്രി പോകുമായിരിക്കാം, അല്ലെങ്കിൽ മുൻ പ്രതിപക്ഷ നേതാവ് പോകുമായിരിക്കാം. അതിന് കോൺഗ്രസിനോടുള്ള അനുഭാവത്തിന്റെ ഭാഗമാണെന്ന് പറയിക്കാൻ, സുകുമാരനാരെ കൊണ്ടൊന്ന് പറയിക്കാൻ ഇവർക്ക് പറ്റുമോ? ഇവരും ഈ ചാനൽ ചർച്ച വന്നിരുന്നു ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ആണ് അദ്ദേഹം പെരുമാറുന്നതെന്ന് ഇവര് പറയുന്നതല്ലേ? ഇതാരാ മൈൻഡ് ചെയ്യുന്നേ? ഈ പറയുന്ന NSSന്റെ അധ്യക്ഷൻ പറയുമോ ഇങ്ങനെ ഈ രീതിയിൽ? കോൺഗ്രസ് അനുകൂല നിലപാടെടുത്തിട്ടുണ്ടാവും. ഇന്ന് അദ്ദേഹം പറഞ്ഞെന്താണ്? NSSന്റെ ആസ്ഥാനത്തേക്ക് വിളിച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തല നായരായതുകൊണ്ടാണ് എന്നല്ലേ പറഞ്ഞത്? അല്ല കോൺഗ്രസ്സുകാരൻ ആന്ധ്രാണോ പറഞ്ഞത്? അല്ലല്ലോ. അപ്പൊ അതാണ് നമ്മൾ കണ്ടത്. അല്ല കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള വോട്ട് പിടിക്കുന്ന പ്രോസസ് ആണ് നടക്കുന്നതെന്ന് വിചാരിക്കണ്ട. കോൺഗ്രസ്സുള്ളപ്പോഴും നമ്മളപ്പം ഞാൻ പറയട്ടെ അത് രാജ്മി, ഞാൻ പറയട്ടെ. ഞാനിപ്പോ പറഞ്ഞു വരുമ്പോൾ മൊത്തം ക്ലിയർ ആയിക്കോളൂ. ഈ പറയുന്ന കോൺഗ്രസിന് വേണ്ടിയിട്ട് പെരുമാറുന്നു എന്ന് പറഞ്ഞാലും ജനം കൂട്ടത്തിൽ നിൽക്കണമെന്നില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ? പിന്നെ അടുത്തത്, കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തീരുമാനിക്കുന്ന ഹൈക്കമാൻഡാ എന്നാണ് രാജു പി നായർ പറഞ്ഞത്. ശരിയാ, ഹൈക്കമാൻഡ് ആയിരിക്കും തീരുമാനിക്കുന്നത്, എനിക്കറിയത്തില്ലല്ലോ. പക്ഷെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ തീരുമാനിച്ച ഹൈക്കമാൻഡ് അല്ല, ചങ്ങനാശ്ശേരിയായി പെരുന്ന ആസ്ഥാനത്ത് നിന്ന് NSSന്റെ ആസ്ഥാനത്തു നിന്നാണ്. അതെനിക്കറിയാം. എന്തായാലും അത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ ഇടപെട്ടിട്ടാണ് ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊടാതെ വിഴുങ്ങാതിരിക്കുകയല്ല ഞാൻ. അത് സമ്മതിക്കാൻ എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നു തന്നെ ഞാൻ കണക്കാക്കുന്നത്. പിന്നെ എല്ലാവരും പറയുന്നു CPMന്റെ അടുത്ത് അവരുടെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. ശരി, ഇതിന് 5 വർഷം മുമ്പും CPM ആണല്ലോ ഭരിച്ചത്. അത് കഴിഞ്ഞും CPM ജയിക്കാനുള്ള കാര്യം എന്താ? ഇവരെ ജയിപ്പിച്ചില്ലല്ലോ. ജയിപ്പിച്ചോ ആരും? വെച്ചാൽ പറയാൻ സൗകര്യത്തിന് ഇവരെ ജയിപ്പിച്ചാൽ പോരായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം. ഇതൊക്കെ ചുമ്മാ പൊട്ടത്താപ്പിന് ഓരോ കാര്യങ്ങൾ വന്നിരുന്ന് പറയുന്നതാണ്. അവർക്ക് ഇപ്പൊ ഒരു നേതാവിനെ അവർ വിളിച്ചപ്പം കോൺഗ്രസിന് അനുകൂലമായി കേരളത്തിലെ NSSും എല്ലാ സംഘടനകളും നിൽക്കുന്നു. പറഞ്ഞോന്നേ, കുഴപ്പമില്ലെന്നേ, നമ്മൾ പറയണ്ടെന്നും ആരും പറഞ്ഞില്ലല്ലോ. ഇവിടെ പെരുന്ന തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ മുന്നോട്ട് വെക്കുകയാണ്. ഇവിടെ കണിച്ചുകുളങ്ങര തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ മുന്നോട്ട് വെക്കുകയാണ്. ശ്രീ എൻ ലാൽകുമാർ, ഇവിടെ ഈ പറയുന്ന പോയ കാലത്തെ പോലെ ഓരോരോ മതങ്ങളിലെ ഓരോരോ സമുദായ സംഘടനകൾ പറഞ്ഞാൽ ആ മതങ്ങളിലെയും ആ സമുദായത്തിലെയും ആളുകൾ മൊത്തം കേട്ടുകൊള്ളും എന്നിവർ ഇപ്പോഴും കരുതിയിരിക്കുന്നുണ്ടോ? ഇല്ലെന്നുള്ളതിന് പറയാനുള്ള എത്ര ഉദാഹരണങ്ങളുണ്ട്. ശ്രീ എൻ ലാൽകുമാർ, വട്ടിയൂർക്കാവിൽ NSS ഈ പറയുന്ന UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി അവിടെ പ്രകടമായി ഇറങ്ങിയതാണ്, ശരിദൂരം എന്നൊക്കെ പറഞ്ഞ്. 42% വോട്ടർമാർ നായർ സമുദായങ്ങളിൽപ്പെട്ടവരാണെന്നാണ് NSSന്റെ നിലപാട്. 38 NSS കരയോഗങ്ങൾ, 72,000 വോട്ടർമാർ. അവിടെ ഉണ്ടായത് എന്താണ്? ഞാൻ അതിലേക്ക് വരാം. നമ്മൾ ഈ ചർച്ചയുടെ പശ്ചാത്തലം നമുക്കൊന്ന് അറിയണമല്ലോ. ആ പശ്ചാത്തലത്തെക്കുറിച്ച് ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിക്കാമെന്ന് കരുതുന്നു. ഒരു സമുദായ സംഘടനയുടെയും തിണ്ണനിറങ്ങാൻ പോകാൻ തയ്യാറല്ലാത്ത VD സതീശനോട് ഒരു കാരണവശാലും NSS ആസ്ഥാനത്ത് നിന്ന് ഒരു ആഭിമുഖ്യം ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. കാര്യം ഇന്ന് സതീശൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തിണ്ണനിറങ്ങാനാണ് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയും പോയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഐഡിയ ഇങ്ങോട്ട് എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്താൽ ഒരു കാരണവശാലും സതീശൻ പോകില്ല എന്നൊരിക്കൽ പറയുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസിനകത്ത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്ത് NSSന് ഒരു വലിയ സേ ഉണ്ട്. അതില്ല എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് ചുമ്മാ തർക്കിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് NSSുമായി ബന്ധപ്പെട്ട് NSS പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ലീഡർ VD സതീശൻ അല്ല എന്നും അത് രമേശ് ചെന്നിത്തലയാണോ എന്നും വ്യക്തമാക്കുകയാണ്. രമേശ് ചെന്നിത്തലയോട് അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടായിരുന്നു. NSS സുകുമാരൻ നായർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ കുറച്ചുനാൾ അകറ്റി നിർത്തിയിരുന്നു. പക്ഷേ എന്നാലും കോൺഗ്രസിനകത്തുള്ളൊരു പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ആര് എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഇവിടെ വരുന്നത്. കോൺഗ്രസിനകത്തെ ആരെ പ്രൊജക്റ്റ് ചെയ്യാൻ NSS ആഗ്രഹിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടി രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം പിന്നൊരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ അദ്ദേഹം വലിയ രീതിയിൽ തോറ്റു. അദ്ദേഹം തോറ്റു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി തോറ്റു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാധ്യത അവിടെ മങ്ങുകയും VD സതീശൻ ആ സ്പേസ് ഒക്യുപ്പൈ ചെയ്യുകയും ചെയ്തു. ഇതാണല്ലോ കേരളത്തിൽ സംഭവിച്ചത്. VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അടുത്ത മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആകാനിരിക്കുന്ന ആളാണ്. അതാണല്ലോ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആൾക്ക് ആ സ്പേസിലോട്ട് വരാൻ ഒരു സാധ്യതയും ഇന്നത്തെ രാഷ്ട്രീയ കേരളത്തിൽ ഇല്ല എന്ന് സുവ്യക്തമായി അറിയാവുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഇന്നത്തെ NSSുമായി ബന്ധപ്പെട്ട സപ്പോർട്ട് ആവശ്യമായിരുന്നു. ഇതാണ് ഇതിനകത്തെ നറേറ്റീവ്. കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നും വരുത്തേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് സമുദായ സംഘടനയോടായിട്ടുള്ള അടുപ്പവും അതൊക്കെ നിൽക്കട്ടെ, അത് രാഷ്ട്രീയത്തിന് പല തലങ്ങളുണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ ഡിബേറ്റും ചെയ്യാം. പക്ഷേ ഈ പറയുന്ന കോൺഗ്രസിനകത്ത് ഏതാണ്ട് വെന്റിലേറ്ററിൽ കിടക്കുന്ന രമേശ് ചെന്നിത്തലയെ ഒരു തരത്തിൽ ഓക്സിജൻ കൊടുത്ത് നിർത്തുന്ന പരിപാടിയാണ് ഇന്ന് NSS ചെയ്തത്. അത് തെറ്റില്ല. അത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം തെറ്റില്ല, NSSനെ സംബന്ധിച്ചിടത്തോളം തെറ്റില്ല. കാര്യം അവർക്ക് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാം. ഇതുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയമായ മാറ്റം വരുമെന്നുള്ളത് വേണമെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ചിലപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റിയേക്കാം. കാര്യം ഒരിക്കൽ താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിൽ
എന്നെ ഇന്ന ആളെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാക്കൂ എന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുക്കൽ പറയാനും ഉമ്മൻചാണ്ടി സാറിനെ ഭയപ്പെടുത്താനും ആ ഭയപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി സാർ അത് സമ്മതിക്കാനും ഇടയായ ഒരു രാഷ്ട്രീയ സന്ദർഭം കേരളത്തിലുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു സമുദായം പറഞ്ഞു കഴിഞ്ഞാൽ CPM-ന്റെ ഇന്ന ആളെ മന്ത്രിയാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലാവുമെന്ന്. എനിക്ക് എൻ്റെ രാഷ്ട്രീയ അടിത്തറയിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു കാര്യമേ നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. നടക്കാനേ പോകുന്നില്ല. കാര്യം അത് CPM പാർട്ടിയാണ് തീരുമാനിക്കുന്നത്, സംസ്ഥാന സെക്രട്ടേറിയറ്റോ സംസ്ഥാന കമ്മിറ്റിയോ തീരുമാനിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഇന്ന ആളെ ആക്കണമെന്ന് പറഞ്ഞൊരു സമുദായത്തിന്റെ നേതാവ് വന്നതെന്ന് സംസാരിക്കുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തി കോൺഗ്രസിന്റെ സമുന്നതനായ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് ഒരുപാട് കളി കളിച്ചിട്ടും അത് പിടിച്ചു നിൽക്കാൻ വയ്യാതെ മന്ത്രിസ്ഥാനം കൊടുത്ത ആളാണ് രമേശ് ചെന്നിത്തല. അപ്പൊ കോൺഗ്രസിനകത്ത് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയും അല്ലെങ്കിൽ കോൺഗ്രസിനകത്തേക്ക് കയറി ഇടപെടാനുള്ള NSSന്റെ സാധ്യത വലുതാണ്. അല്ല ശ്രീ ലാൽകുമാർ, ഞാൻ ചോദിച്ചതിനാണ് ആ പഴയ സ്വാധീന ശക്തി ഈ സമുദായ സംഘടന ഇപ്പോൾ ഉണ്ടോ ഞാൻ ചോദിക്കുന്നത്. ആ പഴയ സ്വാധീന ശക്തി ഈ സമുദായ സംഘടനകൾക്ക് ഞാൻ ഒന്നല്ല, ഏത് മതത്തിലെയും ഏത് സമുദായം ഇപ്പൊ കാലം മാറി. ഇപ്പൊ ഞാൻ പറയട്ടെ, സി എൻ ലാൽകുമാർ ഇവിടെ ഒരു പക്ഷേ മനുഷ്യന്മാർ കൂടുതൽ കമ്മ്യൂണലായിട്ടുണ്ടാകാം, ഒരുപക്ഷെ വർഗീയമായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ നായരാണ്, ഞാൻ ഈഴവനാണ്, ഇതൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന എത്ര പേര് നമ്മൾ കേട്ടു? എവിടെ കേൾക്കുന്നു അതിപ്പോ? ഞാൻ ചോദിക്കുന്നത് ഇവർക്ക് ഈ പറയുന്ന സ്വാധീന ശക്തി ഉണ്ടോ ലാൽകുമാർ? ഞാൻ പറയുന്ന കേൾക്കുന്നു. സ്വാധീന ശക്തി കോൺഗ്രസിലുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങളിലേക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞോ ഹാഷ്മി? ഇവർ പറഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യുമോ എന്നുള്ള താങ്കളുടെ ചോദ്യത്തിന് താങ്കൾ തന്നെയാണ് മറുപടി പറഞ്ഞത്. വട്ടിയൂർക്കാവ് ചെയ്തോ, പാലക്കാട് ചെയ്തോ, ഇങ്ങനെ പല കാര്യത്തിനും ഉദാഹരിച്ച് താങ്കൾ തന്നെ പറഞ്ഞില്ലേ. കുറച്ച് പേരൊക്കെ വോട്ട് ചെയ്യും, ഇല്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ കുറച്ച് പേര് വോട്ട് ചെയ്യുമ്പം അതുപോലെ റിവേഴ്സ് പോളറൈസേഷനും നടക്കും. NSS വട്ടിയൂർക്കാവിൽ ഇറങ്ങി തിരിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള സമുദായം എല്ലാം തിരിച്ചു വോട്ട് ചെയ്തത്. ഇത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അതിനകത്ത് സംശയിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, സമുദായ സംഘടനകൾ വിചാരിച്ചാൽ കേരളത്തിൽ വോട്ട് മാറ്റി ഒരാളെ തോപ്പിക്കാൻ പറ്റുമോ, ജയിപ്പിക്കാൻ പറ്റുമോ, അവർ നിശ്ചയിച്ച പോലെ കാര്യം നടക്കുമെന്ന് ചോദിച്ചാൽ സമുദായ സംഘടനകൾ പലതുള്ളത് കൊണ്ട് ഒരു സമുദായം ചിന്തിക്കുന്ന പോലെ ആയിരിക്കത്തില്ല മറ്റു സമുദായം ചിന്തിക്കുന്നത്. അത് നായർ സമുദായം ഒന്ന് തീരുമാനിച്ചാൽ ഈഴവ സമുദായം ചിലപ്പോൾ മറ്റൊന്നായിട്ട് ചിന്തിക്കാം. അപ്പോൾ ഈ പറയുന്ന ബാലൻസ് ചെയ്ത് പോകുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലെ രാഷ്ട്രീയത്തിലുണ്ടാവും. ഇതാണ് സത്യാവസ്ഥ. ഞാൻ പറഞ്ഞു മറ്റൊരു കാര്യമാണ്, വോട്ടേഴ്സിലേക്ക് പറഞ്ഞു തീർക്കട്ടെ. അല്ലല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. താങ്കൾക്ക് മനസ്സിലായല്ലേ, ഞാൻ പറഞ്ഞത് ജനങ്ങൾക്ക് മനസ്സിലാവണമല്ലോ. ഈ പറയുന്ന കോൺഗ്രസിനകത്തേക്കുള്ള ഇൻഫ്ലുവൻസ്, ആ കോൺഗ്രസിനകത്ത് ഈ പറയുന്ന NSS വിചാരിച്ചാൽ നടക്കുമായിരിക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായി നമുക്ക് മുന്നിൽ, അതിന് നമുക്ക് മുമ്പിലായിട്ട് ഈ പറയുന്ന താക്കോൽ സ്ഥാനത്തിന്റെ പ്രശ്നമുണ്ട്, 5ാം മന്ത്രിയുടെ പ്രശ്നമുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നടന്നേക്കാം. അതുകൊണ്ട് ജനങ്ങളുടെ വോട്ടായി മാറുമെന്നുള്ളത് ഈ കിനാവ് കണ്ടുകൊണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കിനാവ് കുറേ നാളുകൾക്ക് മുമ്പ് കണ്ടതാണ്, കണ്ടുകൊണ്ടേ ഇരിക്കുമെന്ന് മാത്രമേ എനിക്ക് എന്ത് പറയാം.